morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ഏറ്റവും വലിയൊരു വാഗ്ദത്തം ഉണ്ട്. അവൻ നമ്മൾ ഒരു നാളും കൈവിടത്തില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തം. പ്രിയപ്പെട്ട ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 36 അധ്യായം 26, 27 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, എന്റെ പ്രമാണങ്ങൾ നിങ്ങൾ നടക്കേണ്ടതിന്. അതെ, ഹല്ലേലൂയ, കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം തരും. അവിടെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിട്ട് കല്ലായുള്ള ഹൃദയം നിങ്ങൾ ഇന്ന് മാറ്റി. എന്താണ് കല്ലായുള്ള ഹൃദയം? അത് കർത്താവിനെ എതിർക്കുന്ന കല്ലായുള്ള ഹൃദയമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടും കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു മടുപ്പ, ബൈബിൾ വായനയ്ക്ക് ഒരു മടുപ്പ, ആത്മീയ ജീവിതം മടുത്തുപോയി. ആ മടുപ്പ്, അങ്ങനെ വന്ന കല്ലായുള്ള ഹൃദയത്തെ മാറ്റി. ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നും സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാം പരാജയമാണ്, ഞാൻ തൊടുന്നതെല്ലാം തോൽവിയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും മറുപടിയില്ല. അങ്ങനെ നിങ്ങളുടെ ഹൃദയം കല്ലായിരിക്കുന്നതിനെ മാറ്റിയിട്ട് നിങ്ങളുടെ അകത്ത് ആത്മാവിനെ തന്നിട്ട്, അതേ പരിശുദ്ധാത്മാവിനെ തന്നിട്ടില്ല, അവൻ ഇപ്പോഴും സാധ്യതയുണ്ട്. ആത്മാവ് നിങ്ങളുടെ അകത്തുള്ളത്, പുത്രത്വം നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത് അവന്റെ പ്രമാണത്തിൽ നടക്കാനായിട്ട്. പ്രമാണത്തിൽ 2 കാര്യത്തിൽ കാണാൻ കഴിയും. ഒന്ന്, കൽപ്പനകൾ അനുസരിച്ച് നടന്നേ പറ്റൂ, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയാണ്. അതൊരു കൽപ്പനയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതേ സ്ഥലത്ത് ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റം എന്താണെന്നറിയാമോ? ഒന്നും അസാധ്യമായിട്ടില്ല, ഒന്നും അസാധ്യമായിട്ടില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കാമോ? അവന്റെ പ്രമാണത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഒന്ന്, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കണം. അത് നമ്മള് ആത്മാവ് നമ്മുടെ അകത്തിരിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിശ്ചയമായിട്ട് കൽപ്പനകളെ തന്നെ നടക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചുറ്റും അസാധ്യതകള്, നിരാശയുടെ, ഭയത്തിന്റെ, തോൽവിയുടെ കൊടി ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരാൾക്ക്, പുതിയ ആത്മാവിനെ പ്രാപിച്ച ഒരാൾക്ക്, പുതിയ ഹൃദയത്തെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമില്ല, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്റെ രോഗത്തെയും എന്റെ ശാപത്തെയും എന്റെ ദാരിദ്ര്യത്തെയും എന്റെ നിരാശയും എന്റെ പാപത്തെയും കർത്താവ് എടുത്തു മാറ്റി. ഇനി ഞാൻ പാപത്തിനും അഴുക്കിനും പിശാചിനും ശാപത്തിനും കീഴിലല്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, ഞാൻ സ്വതന്ത്രനാ എന്ന ബോധ്യത്തോടെ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രവൃത്തിക്ക് അധിഷ്ഠിതമായിട്ടല്ല, കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച പ്രവർത്തിക്കുന്ന കോണം ജയത്തോടെ ജീവിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you. Amen.